ഇറാന്റെ ന്യൂക്ലിയർ പവറിനെ ഭയന്ന് ഇറാനോട് സന്ധി ചെയ്യാനുള്ള തത്രപ്പാടിലാണ് അമേരിക്ക. അമേരിക്കയുടെ ഈ ആവശ്യം വീണ്ടും ഇറാനെ തളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അമേരിക്കയോട് സന്ധി ചെയ്യാൻ ഇറാൻ താല്പര്യപ്പെടുന്നേയില്ല. അമേരിക്ക ഇനി എന്തടവെടുത്താലും ഇറാന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാണ് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറാനെ തളർത്തേണ്ടത് അമേരിക്കയുടെയും അമേരിക്കയുടെ ആത്മമിത്രം ഇസ്രായേലിന്റെയും ആവശ്യമാണ്. അതിന് പഠിച്ച പണി 18 അവർ നോക്കുന്നുമുണ്ട്. ഭീഷണിയുടെ സ്വരവും സൗഹൃദ സംഭാഷണവുമൊക്കെ ട്രംപിന്റെ അത്തരം അടവുകൾ മാത്രമാണ്. എന്നാൽ ഇതിലൊന്നും പുല്ലുവില നൽകാതെ മുന്നോട്ടു പോകുന്ന ഇറാനെതിരെ ഇത്തവണ അമേരിക്ക രംഗത്തിറക്കിയത് സാക്ഷാൽ സൗദി അറേബ്യയാണ്. അമേരിക്ക ഇറാൻ വിഷയത്തിൽ സൗദി ഇടപെടുമ്പോൾ അത് അമേരിക്കയോടുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനോ ഇറാനോട് വർഷങ്ങളായി സൗദി സൂക്ഷിച്ചു പോന്ന വൈരാഗ്യം പൊടി തട്ടിയെടുക്കലോ അല്ല. അതിനു പിന്നിൽ ചില ചൈനീസ് താല്പര്യങ്ങളുണ്ട്. നമുക്ക് പരിശോധിക്കാം എന്താണ് സൗദി അവിടെ ചെയ്തത് എന്ന കാര്യം. നിങ്ങൾ തന്നെ പറയൂ, എന്തിനായിരിക്കണം സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇടപെട്ടത്? അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി രാജകുമാരൻ ഖാലിദ് ബിൻ സൽമാൻ കഴിഞ്ഞ മാസം ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് നേരിട്ടുള്ളതും അടിയന്തരവുമായ ഒരു സന്ദേശവുമായിട്ടാണ് ടെഹ്റാൻ സന്ദർശിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആണവ ചർച്ചകൾ ഗൗരവമായി എടുക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള സൈനിക സംഘർഷ ഭീഷണി നേരിടുക എന്നതായിരുന്നു സൗദിയുടെ മുന്നറിയിപ്പ്. സൗദി സർക്കാർ വൃത്തങ്ങളുമായി അടുത്ത 2 ഉദ്യോഗസ്ഥരും 2 ഇറാനിയൻ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഈ വിഷയവുമായി പരിചയമുള്ള 4 റോയിട്ടേഴ്സ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ഏപ്രിൽ 17 ഇറാന്റെ പ്രസിഡൻഷ്യൽ കോമ്പൗണ്ടിൽ നടന്ന അടച്ചിട്ട മുറിയിലെ യോഗത്തിലാണ് രാജകുമാരൻ ഈ മുന്നറിയിപ്പ് നൽകിയത് എന്നാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഗേരി, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എന്നിവർ ഇവിടെ സന്നിഹിതരായിരുന്നു. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് വാഷിംഗ്ടണിലെ സൗദി അറേബ്യയുടെ അംബാസിഡറായി സേവനമനുഷ്ഠിച്ച 37-കാരനായ രാജകുമാരൻ ദീർഘകാല നയതന്ത്രത്തിന് ട്രംപിന് ക്ഷമയില്ലെന്നും ഒരു കരാറിലെത്താനുള്ള ജാലകം വേഗത്തിൽ അടയ്ക്കുകയാണെന്നും ഇറാനിയൻ നേതാക്കളോട് പറഞ്ഞതായി വൃത്തങ്ങൾ സൂചിപ്പിച്ചു. 2 പതിറ്റാണ്ടിനിടയിൽ സൗദിയിലെ ഒരു രാജകുമാരൻ ഇറാനിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമാണ് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ റിയാദിന്റെ ആശങ്കയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ട്രംപ് ഭരണകൂടവുമായി ഒരു കരാറിലെത്തുന്നതിൽ പരാജയപ്പെടുന്നത് ഇസ്രായേലി സൈനിക നടപടിക്ക് കാരണമായേക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി. ഇറാന്റെ ആണവ പദ്ധതി തടയുന്നതിനും ഉപരോധ ഇളവുകൾ നൽകുന്നതിനുമായി ടെഹ്റാനുമായി നേരിട്ട് ചർച്ച നടത്തണമെന്ന് ട്രംപ് പരസ്യമായി സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ സന്ദേശം വരുന്നത്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്തുണ തേടി വാഷിംഗ്ടണിലേക്ക് പോയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സാന്നിധ്യത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഈ വിഷയത്തിലെ ഇറാന്റെ പ്രതികരണം എന്താണെന്ന് പറയാം. യോഗത്തിനിടെ പ്രസിഡന്റ് പെസഷ്കിയാൻ ചർച്ചയ്ക്കുള്ള ഇറാന്റെ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ നയതന്ത്ര പെരുമാറ്റത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ സംസാരിച്ചത്. ഉപരോധങ്ങളിൽ ഇളവ് നൽകണമെന്ന ഇറാന്റെ ആഗ്രഹം അവർ ശ്രദ്ധിച്ചു. പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി പൂർണ്ണമായും നിർത്തലാക്കാൻ അവർ വിസമ്മതിക്കുകയാണ് ചെയ്തത്. ഇതുവരെ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ 5 റൗണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ വലിയ തടസ്സങ്ങളാണ് എല്ലാ ചർച്ചകളിലും ഉണ്ടായത്. പ്രത്യേകിച്ച് സമ്പുഷ്ടീകരണ പരിധിയെക്കുറിച്ചുള്ളത് ഇപ്പോഴും അവശേഷിക്കുകയാണ്. അത് എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ഇറാന്റെ ഫണ്ടുകൾ മരവിപ്പിക്കുന്നത് അമേരിക്ക നിർത്തലാക്കുകയും സിവിലിയൻ ഉപയോഗത്തിനായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശം അംഗീകരിക്കുകയും ചെയ്താൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് പരിഗണിച്ചേക്കുമെന്ന് ബുധനാഴ്ച റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വിശാലമായ ഒരു കരാറിന് വഴിയൊരുക്കും. സമ്പുഷ്ടീകരണത്തിൽ താൽക്കാലികമായി നിർത്തലാക്കുമെന്ന വാർത്ത ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി നിഷേധിക്കുകയായിരുന്നു. ഒരിക്കൽ ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന സൗദി ഇപ്പോൾ അമേരിക്കയും ഇറാനും തുടരുന്ന ഈ പ്രശ്നത്തിൽ ഇടപെടുന്നതും പരിഹാരം കാണണമെന്ന് താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയാണ് എന്ന ചർച്ചകൾ ഉയർന്നു വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ സൗദി അറേബ്യയുടെ പങ്കാളിത്തം നിരവധി രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക, മതപരമായ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നു തന്നെയാണ്. ഈ പങ്കാളിത്തം സൗദി അറേബ്യയുടെ ദേശീയ സുരക്ഷ, പ്രാദേശിക സ്വാധീനം, ആഗോള ബന്ധങ്ങൾ എന്നിവയെ ബാധിക്കുന്ന വളരെ ഗൗരവകരമായ കാര്യവുമാണ്. എന്തിനാണ് സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടുന്നത്?
ആദ്യത്തെ ഉത്തരം പ്രാദേശിക ശക്തി സമത്വം നിലനിർത്തൽ എന്നതാണ് ഇതിന് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ മാർഗം. ഇറാന്റെ പ്രാദേശിക സ്വാധീന വർധനവ്, പ്രത്യേകിച്ച് ഇറാഖ്, സിറിയ, ലബനോൻ, യമൻ എന്നിവിടങ്ങളിലെ ഷിയ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നതൊക്കെ സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുന്ന കാര്യമാണ്. ഇത് സൗദി അറേബ്യയെ ഇറാന്റെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകവുമാണ്. അറബ് രാജ്യങ്ങൾക്കിടയിൽ അപ്രമാദിത്വം പുലർത്തുന്ന സൗദിയോടുള്ള ഇറാന്റെ പ്രധാന പ്രശ്നം മതപരമായിരുന്നുവെങ്കിലും പിന്നീടത് രാഷ്ട്രീയപരമായി മാറുകയായിരുന്നു. അമേരിക്കയുമായി സൗദി തുടരുന്ന സൗഹൃദം ഇറാൻ വളരെ സംശയത്തോടെയാണ് ഇപ്പോഴും നോക്കിക്കാണുന്നത്. രണ്ടാമത്തെ കാര്യം ആണവ കരാർ സംബന്ധിച്ച ആശങ്കകളാണ്. ഇറാന്റെ ആണവ പരിപാടി സൗദി അറേബ്യയ്ക്ക് ആശങ്കയാകുന്നു എന്നതും ഈ വിഷയത്തിൽ ഇടപെട്ട് പെട്ടെന്ന് പരിഹാരം കാണാൻ സൗദിയെ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. 2025 സൗദി പ്രതിരോധ മന്ത്രി പ്രിൻസ് ഖാലിദ് ബിൻ സൽമാൻ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇറാനിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ആണവ കരാർ വളരെ ഗൗരവത്തോടെ പരിഗണിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്ന നിലപാടാണ് സൗദി സ്വീകരിച്ചത്. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സൈനിക ആക്രമണ സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ സൗദി അറേബ്യ അമേരിക്കയുടെ ദൂതനാണോ എന്ന ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അടുത്ത കാര്യം സൈനിക തന്ത്രങ്ങളും സുരക്ഷാ ആശങ്കകളും തന്നെയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവ ഇറാന്റെ ആണവ സൗകര്യങ്ങൾക്കെതിരെ അമേരിക്കയും ഇസ്രായേലും സൈനിക ആക്രമണം നടത്തുന്നത് എതിർക്കുന്ന രാജ്യങ്ങളാണ്. അത്തരം ആക്രമണങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാന്റെ പ്രതികാര ആക്രമണങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. അടുത്തത് തന്ത്രപരമായ സ്വതന്ത്രതയും ചൈനയുമായിട്ടുള്ള ബന്ധവുമാണ്. സൗദി അറേബ്യ അമേരിക്കയുടെ തന്ത്രപരമായ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രത നേടാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ചൈനയുമായി സുതാര്യമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും പ്രതിഫലിക്കുകയാണ്. 2023 ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിച്ചതാണ്. ഇറാനുമായി മികച്ച ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ചൈന എന്നത് സൗദിയുടെ ഈ വിഷയത്തിലുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. മതപരമായ നേതൃസ്ഥാനവും പ്രതിസന്ധികളെക്കുറിച്ചും പറയാം. സൗദി അറേബ്യ സുന്നി ഇസ്ലാമിന്റെ നേതൃസ്ഥാനത്തെ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അതേസമയം ഇറാനാകട്ടെ ഷിയ ഇസ്ലാമിന്റെ പ്രതിനിധിയായി വർത്തിക്കുന്നു. ഈ മതപരമായ ഭിന്നത ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള രാഷ്ട്രീയ മത്സരത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. സാമ്പത്തിക താൽപ്പര്യങ്ങളും എണ്ണവിലയുടെ സ്ഥിരതയും ഈ വിഷയത്തിലെ അന്തർലീനമായി കിടക്കുന്ന കാര്യങ്ങളാണ്. ഇറാനുമായുള്ള സൈനിക സംഘർഷങ്ങൾ ഗൾഫ് മേഖലയിലെ എണ്ണവിലയുടെ സ്ഥിരതയെ ബാധിക്കാമെന്ന ആശങ്ക സൗദിക്കുണ്ട്. ഇത് സൗദി അറേബ്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് ഹാനികരമായതിനാൽ അവർ സമാധാനപരമായ സമീപനം സ്വീകരിക്കുന്ന നിലപാട് തന്നെയാണ് തുടരുന്നത്. സൈനിക ശേഷി വർദ്ധിപ്പിക്കലാണ് അടുത്ത സൗദിയുടെ ലക്ഷ്യം. ഓരോ വർഷവും സൗദി അറേബ്യ സ്വന്തം സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. അമേരിക്കയിൽ നിന്നുള്ള ആയുധങ്ങൾ വാങ്ങുന്നതിനോടൊപ്പം തന്നെ ആഭ്യന്തരമായി ആയുധങ്ങൾ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് കയറ്റുമതി ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയും സൗദി ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അടുത്തിടെ സംഭവിച്ച സിറിയയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ് സൗദി പ്രവർത്തിക്കുന്നത് എന്ന കാര്യമാണ്. 2024 സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസാദിന്റെ അധികാരനഷ്ടം സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇത് ഇറാന്റെ സ്വാധീനം കുറയ്ക്കാനും പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കാനും അവരെ സഹായിച്ചിട്ടുണ്ട്. അടുത്തത് അമേരിക്കയുമായി സൗദിക്കുണ്ടായ ബന്ധത്തിലെ മാറ്റങ്ങളാണ്. അതായത് സൗദി അറേബ്യ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ സ്വതന്ത്ര സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇത് ഇറാനുമായുള്ള ബന്ധങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. സൗദി അറേബ്യ ഇറാന്റെ ആണവ പരിപാടിയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെക്കുമ്പോഴും സൈനിക സംഘർഷങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന രാജ്യം തന്നെയാണ്. സൗദി അറേബ്യ ഇറാനുമായുള്ള ബന്ധത്തിൽ സമാധാനപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇത് പ്രാദേശിക സ്ഥിരത ഉറപ്പാക്കാനും സാമ്പത്തിക വളർച്ച കൈവരിക്കാനും അവരെ സഹായിക്കുന്ന ഘടകമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷത്തിൽ സൗദി അറേബ്യയുടെ പങ്കാളിത്തം അവരുടെ ദേശീയ താൽപ്പര്യങ്ങൾ, സുരക്ഷാ ആശങ്കകൾ, സാമ്പത്തിക താൽപ്പര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സൗദി അറേബ്യ ഇവിടെ സ്വീകരിക്കുന്നത് വളരെ സമാധാനപരമായ സമീപനമാണ്. പ്രാദേശിക സ്ഥിരതയും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയും ലക്ഷ്യമിട്ടിട്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് സൗദി അറേബ്യ എത്തുന്നത്. ഇവിടെ ചൈനീസ് താല്പര്യങ്ങളുണ്ട് എന്നതും നമ്മൾ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്, എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.